അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സർവസ്തുതികളും അള്ളാഹുവിനുള്ളതാകുന്നു. സന്മാർഗവും സത്യമതവുമായി തൻ്റെ പ്രവാചകനെ അവൻ നിയോഗിച്ചു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രകാശിക്കുന്ന വിളക്കായും സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി അഖില ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു. ഈമാൻ കൊണ്ടും റഹ്മത്ത് കൊണ്ടും വിജ്ഞാനം കൊണ്ടും പ്രവാചകന്റെ ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു തആല നിറച്ചു. ലോകത്തിന് മുഴുവൻ കാരുണ്യമാക്കി. ഇനി മറ്റൊരു പ്രവാചകൻ വരേണ്ടതില്ലാത്ത വിധം ആ പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യമതത്തെ പൂർത്തിയാക്കി. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ നിർബന്ധമായും പഠിക്കണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉത്തമമായിട്ടുള്ള മാതൃകകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക രാജ്യത്തേക്ക് കടന്നു വന്നു. ഈമാനും ഇസ്ലാമും അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു. ഇസ്ലാമിലെ നിയമങ്ങളും പഠിപ്പിച്ചു. ആരാധനകളും ഇടപാടുകളും അനുഷ്ഠാനങ്ങളും ഹലാലും ഹറാമും സ്വഭാവവും സംസ്കാരവും എല്ലാം സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഊഫും റഹീമുമായിരുന്നെന്ന് നമുക്ക് സൂറത്ത് തൗബയിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവസാന അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന് സമൂഹത്തോട് ഗുണകാംക്ഷയുള്ള പ്രവാചകനായിരുന്നു അദ്ദേഹം. സത്യവിശ്വാസികളോട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹവും കാരുണ്യവും അനുകമ്പയും ആർദ്രതയും ഉള്ള പ്രവാചകനായിരുന്നു. എല്ലാ നന്മകളും സമൂഹത്തിന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ തിന്മകളിൽ നിന്നുമെതിരെ തൻ്റെ ഉമ്മത്തിനെ ജാഗരൂകരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കാത്ത ഒരു തിന്മയുമില്ല. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായതു മുതൽ 63 വയസ്സ് വരെ മരിക്കുന്നതുവരെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തു. പകൽ പോലെ സുന്ദരവും സുവ്യക്തവുമായ ഒരു വഴിയിൽ ഈ ഉമ്മത്തിനെ അദ്ദേഹം വിട്ടേച്ചു പോയി. കുടുംബജീവിതം അദ്ദേഹം നയിച്ചു. അധ്യാപകനായി, പള്ളിയിലെ ഖതീബായി, യോദ്ധാവായി, പടനായകനായി, ഉപദേഷ്ടാവായി, ജഡ്ജിയായി, അതോടൊപ്പം നല്ല മകനായി, നല്ല ഭർത്താവായി, നല്ല പിതാവായി ഖുർആൻ കൊണ്ട് സമൂഹത്തിൽ ജീവിച്ചു മാതൃക കാണിച്ചു കൊടുത്തു. ആരാധനകൾ നിറഞ്ഞ സംക്ഷിപ്തമായ ജീവിതം. രാത്രികളിൽ പ്രവാചകൻ നമസ്കരിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു. കാലിന് നീര് വരുമാറ് നമസ്കാരങ്ങളിൽ തുടർന്നു. സുദീർഘമായ ദിക്റുകളും ദുആകളും നിർവഹിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം ഇടതടവില്ലാത്ത യുദ്ധങ്ങളും മതത്തിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും ഇതോടൊപ്പം തന്നെ ജനങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകനായി അദ്ദേഹം ജീവിച്ചു. റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ, സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകൻ. ദൈവികമായ വചനങ്ങൾ അവിടുത്തെ നാവിലൂടെ നിർഗളിച്ചു വന്നത്. ആ പ്രവാചകനെ കൊണ്ട് മദീനയെന്നും സന്തോഷത്തിലായിരുന്നു. അള്ളാഹുവിന്റെ സഹായങ്ങൾ നേരിട്ട് കാണുന്ന സമൂഹം. ഇടയ്ക്കിടെ മദീനയിലേക്ക് ഇറങ്ങി വരുന്ന ജിബ്രീൽ. എല്ലാ പ്രവാചകൻ ആ മദീനയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം പ്രകാശപൂരിതമായ മദീന, മുഖവും ഹൃദയവും ഒരേപോലെ തിളങ്ങിക്കൊണ്ടിരുന്ന സ്വഹാബികൾ. അതിനു കാരണം അവരുടെ കൂടെയുള്ള പ്രവാചകൻ തന്നെയായിരുന്നു. അള്ളാഹു നിശ്ചയിച്ച സമയമായപ്പോൾ മലക്കുൽ മൗത്ത് മദീനയിലും വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തൻ്റെ കർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങാൻ. ഹൗലിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ കണ്ടുമുട്ടാൻ, അതിൽ നിന്നും അവർക്ക് വെള്ളം കോരിക്കൊടുക്കാൻ, സ്വർഗത്തിലെ കവാടം ആദ്യമായി ചെന്നുമുട്ടാൻ. വെറും കൈയോടെയല്ല ഈ ഉമ്മത്തിനെ ഒഴിവാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്, മറിച്ച് വലിയൊരു സ്ഥാപനം ഇദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്നുള്ളത്. ഒന്നാമത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി എന്ന് പറയാവുന്ന, രാവും പകലും വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രവാചക ജീവിത ചരിത്രം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്വഹാബത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്. കൃത്യമായ ഒരു മനുഷ്യൻ ആ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി ആ പ്രവാചകന്റെ ജീവിതം പഠിക്കണം. എന്താണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള ചെറിയൊരു പ്രയത്നമാണിത്. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രമുഖ പണ്ഡിതൻ ഫൗല കുമരി, അദ്ദേഹം രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്നുള്ള ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ് തുടർന്നു പോവുക. ഏകദേശം
വ്യത്യസ്തമായിട്ടുള്ള വിശദീകരണങ്ങളോടുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ള ഏകദേശം 151ഓളം ഹെഡ്ലൈനുകൾ ഉള്ള വിഷയങ്ങൾ നമ്മൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനും സഹിയായിട്ടുള്ള ഹദീസിന്റെ വെളിച്ചത്തിൽ ഇത്ര മഹത്തരമായ രൂപത്തിൽ ഇതുവരെ മലയാളത്തിൽ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുടർന്ന് പഠിക്കാനും ഓരോ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കാനും കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.